നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ ആർമി ബേസ് വർക്ക്ഷോപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിങ്ങും കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. വിവിധ ട്രേഡിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. കാരണം നമ്മൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് ഒക്കെ ഇച്ചിരി കൂടുതലായിരിക്കാം. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കണ്ട് നിങ്ങൾ ഉറപ്പാക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ അതോടൊപ്പം അപേക്ഷകൾ തെറ്റുകൂടാതെ പ്രത്യേകം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് വർക്ക് കാണാം, അതുപോലെ യൂണിറ്റ് വൈസ് അതിൻ്റെ ആ ഒരു അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ, വിശദമാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ മിസ്സാകും. അത് തന്നെയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണുക. നിങ്ങൾക്ക് അതിൻ്റെ പ്ലേ ബാക്ക് സ്പീഡ് വേണമെങ്കിൽ കൂട്ടിയിട്ട് കാണുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾ ഓരോ ഭാഗം സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ കാണാം പോസ്റ്റ്, ടോട്ടൽ വേക്കൻസി, അങ്ങനെ റിസർവ് വേക്കൻസി ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. അത് ഈ മീററ്റിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഏത് ആർമി ബേസ് വർക്ക്ഷോപ്പിലേക്കാണെന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് കോളത്തിൽ കാണാൻ പറ്റും, എ എന്ന് പറയുന്ന കോളത്തിൽ കാണാൻ പറ്റും. ഇതിൽ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ, അത് ജനറൽ വേക്കൻസിയാണ്. ജനറൽ വേക്കൻസി ആയതുകൊണ്ട് തന്നെ ഏതൊരു കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/ST OBC, അതായത് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലാന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഒരു വേക്കൻസി ജനറൽ പോസ്റ്റാണ്, ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത കൂടെ കാണാം ആഗ്രയാണ്. ഇതിൻ്റെ ടെലികോം മെക്കാനിക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് ഒരു വേക്കൻസിയാണ്, അതും ജനറൽ വേക്കൻസി മാത്രമാണ്. റിസർവ്ഡ് വേക്കൻസി ഒന്നുമില്ല, ജനറൽ വേക്കൻസി ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നമുക്ക് ഈ പറയുന്ന 506 ആർമി ബേസ് വർക്ക്ഷോപ്പിലേക്കാണ് ജബൽപൂർ. ഇതിൽ കൂടെ കാണാം ആർമമെന്റ് മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഒരു വേക്കൻസിയാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് കാണാം ക്വാളിറ്റി കൺട്രോൾ, ഇതിൽ തന്നെ വർക്ക്ഷോപ്പ്, അതിൽ COD ജബൽപൂരിലേക്കാണ്. ഇതിലും ഈ സെയിം പോസ്റ്റ് തന്നെയാണ്, ആർമമെന്റ് മെക്കാനിക്കാണ് വിളിച്ചിരിക്കുന്ന ഒരു വേക്കൻസിയാണ്, അതും ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് കാണാം ന്യൂഡൽഹിയാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന 505 ആർമി ബേസ് വർക്ക്ഷോപ്പിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫാർമസിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ടോട്ടൽ ഒരു വേക്കൻസിയാണ്, അതിൽ ജനറൽ വേക്കൻസി ഒരു വേക്കൻസി ഉണ്ട്. പിന്നെ LDC ലോ ഡിവിഷൻ ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്, 11 വേക്കൻസിയാണ്. അതിൽ 3 വേക്കൻസി, അങ്ങനെ റിസർവ്ഡ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതത് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം വീഡിയോയുടെ അവസാന ഭാഗത്ത്. പിന്നെ ഫയർമാന് 2 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറി അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫയർ എഞ്ചിൻ ഡ്രൈവർ, ഇതിൽ ഒരു വേക്കൻസിയാണ്. ഇതിൽ നമുക്ക് ജനറൽ വേക്കൻസി ഇല്ല. ഇതിൽ ഈ പറയുന്ന അങ്ങനെയുള്ള വേക്കൻസി EWS ആണ്. ജനറൽ തന്നെ EWS കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയിട്ട് വേക്കൻസിയാണ് കേട്ടോ അതിൽ. പിന്നെ നമുക്ക് വെഹിക്കിൾ മെക്കാനിക് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 7 വേക്കൻസിയാണ് ടോട്ടൽ. നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ദെൻ അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യൻ നിങ്ങൾക്ക് 10 വേക്കൻസിയാണ് ടോട്ടൽ. ദെൻ ഫിറ്റർ നിങ്ങൾക്ക് 3 വേക്കൻസി ടോട്ടൽ. ദെൻ വെൽഡർ നിങ്ങൾക്ക് 4 വേക്കൻസി. ഇതിലൊക്കെ ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള മനസ്സിലാക്കുക. നിങ്ങൾ ട്രേഡ്സ്മാൻ മെയ്റ്റ് 54 വേക്കൻസി ടോട്ടൽ ഉണ്ട്. ശ്രീനഗർ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെയാണ് ഇത് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. കുക്ക് ഒരു വേക്കൻസി. പിന്നെ നമുക്ക് ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി. ഇതിൽ ഈ പറയുന്ന ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് ആണെങ്കിൽ ഒരു വേക്കൻസി ജനറൽ ഉണ്ട്, മറ്റേത് റിസർവ്ഡ് വേക്കൻസിയാണ്. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. OBCക്കുള്ള വേക്കൻസിയാണത്. ഇതിനടുത്തത് നിൽക്കൂടെ ജബൽപൂരാണ്. ഇതും ഈ പറയുന്ന 506 ആർമി ബേസ് വർക്ക്ഷോപ്പിലേക്ക് തന്നെയാണ്. ഇതിൽ LDC വിളിച്ചിട്ടുണ്ട്, 11 വേക്കൻസി. ദെൻ സ്റ്റോർ കീപ്പർ ഒരു വേക്കൻസി. ഫയർമാന് 4 വേക്കൻസി. ദെൻ ടെലികോം മെക്കാനിക് 7 വേക്കൻസി. ദെൻ ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് ഒരു വേക്കൻസി. ദെൻ ഹബ് ഹോസ്റ്റർ നിങ്ങൾക്ക് ഒരു വേക്കൻസി. ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നിങ്ങൾക്ക് 507 ആർമി ബേസ് വർക്ക്ഷോപ്പിലേക്കാണ്. ഫയർമാന് 2 വേക്കൻസി. ഇലക്ട്രീഷ്യന് ഒരു വേക്കൻസി. ട്രേഡ്സ്മാൻ മെയ്റ്റ് 13 വേക്കൻസി. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ഒന്നിലധികം പോസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം യൂണിറ്റിലേക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഒന്നിലധികം തവണ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇതിനടുത്ത് 508 ആർമി ബേസിലേക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് LDC 3 വേക്കൻസി. സ്റ്റോർ കീപ്പർ 4 വേക്കൻസി. ഫയർമാൻ 2 വേക്കൻസി. ബാർബർ ഒരു വേക്കൻസി. ഇലക്ട്രീഷ്യൻ 2 വേക്കൻസി. ഫിറ്റർ 2 വേക്കൻസി. മെഷീനിസ്റ്റ് 4 വേക്കൻസി. വെൽഡർ 2 വേക്കൻസി. ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് 4 വേക്കൻസി. ട്രേഡ്സ്മാൻ മെയ്റ്റ് 14 വേക്കൻസി. അടുത്ത 509 ആർമി ബേസ് വർക്ക്ഷോപ്പിലേക്കാണ്. ഇത് ആഗ്രയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് LDC 4 വേക്കൻസി. ഫയർമാൻ 3 വേക്കൻസി. ബാർബർ 1 വേക്കൻസി. ടെലികോം മെക്കാനിക്ക് നിങ്ങൾക്കൂടെ 17 വേക്കൻസി. പിന്നെ ഇലക്ട്രീഷ്യന് 7 വേക്കൻസി. മോൾഡർ നിങ്ങൾക്ക് 1 വേക്കൻസി. ഇതിനടുത്തും കാണാം 510 ആർമി ബേസിലെ വർക്ക്ഷോപ്പിലേക്കാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഫയർമാന് 5 വേക്കൻസി.
ടെലികോം മെക്കാനിക്ക് 27 വേക്കൻസി, ദെൻ എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക്കാണ് 4 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 9 വേക്കൻസി, വെഹിക്കിൾ മെക്കാനിക്ക് 11 വേക്കൻസി, ഫിറ്റർ നിങ്ങൾക്ക് 4 വേക്കൻസി, വെൽഡർ നിങ്ങൾക്ക് 2 വേക്കൻസി, ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് 2 വേക്കൻസി, ട്രേഡ്സ്മാൻ മേറ്റ് 28 വേക്കൻസി. പിന്നെ അടുത്ത് നിങ്ങൾക്ക് കൂടെ കാണാം, അത് പൂനെയാണ് കേട്ടോ. ഓക്കെ, 512 ആർമി ബേസ് വർക്ക്ഷോപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് LDC 15, ഫയർമാൻ 4, ദെൻ വെഹിക്കിൾ മെക്കാനിക്കിൽ 81 വേക്കൻസി അതിലുണ്ട്. പിന്നെ ഫിറ്ററിൽ 1 വേക്കൻസി, മെഷീനിസ്റ്റിൽ 9 വേക്കൻസി, ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് 1 വേക്കൻസി, ട്രേഡ്സ്മാൻ മേറ്റ് 116 വേക്കൻസി അതിലുണ്ട് കേട്ടോ. അപ്പോൾ ട്രേഡ്സ്മാനായിട്ട് കൂടുതൽ വേക്കൻസി ഇവിടെ ഉള്ളത് പൂനെയാണ്. ദെൻ അടുത്തത് നിങ്ങൾക്ക് 515 ആണ് ആർമി ബേസ് വർക്ക്ഷോപ്പിൽ. ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് ബാംഗ്ലൂരാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം LDC 5 വേക്കൻസി, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് ആണ് 1 വേക്കൻസി, ദെൻ അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് സെക്കൻഡ് 1 വേക്കൻസി. ഇതൊന്നും ജനറൽ വേക്കൻസി ഇല്ല കേട്ടോ. ഇതിലൊക്കെ നമുക്ക് റിസർവ് കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, റിസർവ് വേക്കൻസിയിലേക്ക്. ദെൻ അടുത്ത സ്റ്റോർ കീപ്പർ 3 വേക്കൻസി, പിന്നെ നിങ്ങൾക്ക് ഫയർമാൻ 4 വേക്കൻസി ഉണ്ട്, ഇലക്ട്രീഷ്യൻ 3 വേക്കൻസി, ഫിറ്റർ 16 വേക്കൻസി, വെൽഡർ 4 വേക്കൻസി, ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് 12 വേക്കൻസി. പിന്നെ അടുത്തത് ഗുജറാത്താണ്, ലോ ഡിവിഷൻ ക്ലർക്ക് 6 വേക്കൻസി. ദെൻ അടുത്ത് നിങ്ങൾക്ക് അടുത്ത പൂനെ തന്നെയാണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക്കാണ് 1 വേക്കൻസിയാണ്, അതും റിസർവ് വേക്കൻസി മാത്രമുള്ള, ജനറൽ വേക്കൻസി ഇല്ല. അടുത്ത മഹാരാഷ്ട്ര തന്നെയാണ്, വേക്കൻസിയുടെ കാണാം. വെഹിക്കിൾ മെക്കാനിക്ക് നിങ്ങൾക്ക് ഇതിൽ ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിളാണ് 1 വേക്കൻസി, ദെൻ അതിൽ ജനറൽ ആയിട്ട് ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യട്ടോ അതിലൊക്കെ. ദെൻ വെഹിക്കിൾ മെക്കാനിക്ക് മോട്ടോർ വെഹിക്കിൾ ഉണ്ട്, അതിൽ 4 വേക്കൻസി, പിന്നെ ഫിറ്ററിൽ 1 വേക്കൻസി, ട്രേഡ്സ്മാൻ ആയിട്ട് 3, കുക്ക് 1, ദെൻ വാഷ്മാൻ നിങ്ങൾക്ക് 2 വേക്കൻസി, ബാർബർ നിങ്ങൾക്ക് 1 വേക്കൻസി, ദെൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ 3 വേക്കൻസി, ദെൻ നിങ്ങൾക്ക് ആർമമെൻറ്റ് മെക്കാനിക്കിൽ 2 വേക്കൻസി, സ്റ്റോർ കീപ്പറിൽ 1 വേക്കൻസി. ഇത് മഹാരാഷ്ട്ര തന്നെ, അഹമ്മദ് നഗറാണ്. LDC 1 വേക്കൻസി, കുക്ക് 2 വേക്കൻസി, വാഷർമാൻ 1 വേക്കൻസി, ഫയർമാൻ 2 വേക്കൻസി, ബാബർ 1 വേക്കൻസി, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10 വേക്കൻസി, പിന്നെ വെഹിക്കിൾ മെക്കാനിക്കിൽ 1 വേക്കൻസി, പിന്നെ ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് 1 വേക്കൻസി, കുക്ക് 1 വേക്കൻസി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജനറൽ വേക്കൻസി ഉണ്ട്, റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻ്ററാണ്. എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്, ആ യൂണിറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതത് യൂണിറ്റിൻ്റെ ഇവിടെ എന്താണ് അതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പം നമുക്ക് സീരിയൽ നമ്പർ 1 മുതൽ 8 വരെയുള്ളതിൽ ഇതിൽ ഉൾക്കൊള്ളാത്ത യൂണിറ്റുകളുണ്ട്. അതിൽ ഉൾക്കൊള്ളാത്ത യൂണിറ്റിൻ്റെ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണോ യൂണിറ്റിൻ്റെ അഡ്രസ്സ്, ആ അഡ്രസ്സിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച അതിൽ ഉൾക്കൊള്ളാത്ത യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോളം 1 അഡ്രസ്സ് റിലേറ്റഡ് ആയിട്ട് അവിടെ തന്നെ ആയിരിക്കും എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക. നമുക്ക് കേരളത്തിലൊന്നും എക്സാം സെൻറ്റർ ഉണ്ടാവില്ല, നമ്മൾ കർണാടക പിന്നെ മഹാരാഷ്ട്ര അങ്ങനെ ആ ഭാഗങ്ങളിലേക്കൊക്കെ അങ്ങനെ നമ്മൾ പോയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങൾ ഇതിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 വർഷം ഡ്യൂറേഷൻ, അതായത് ഫാർമസിയിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക, 2 വർഷം ഡ്യൂറേഷനുള്ള ഫാർമസിയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് DPharm ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എനിക്ക് ഇലക്ട്രീഷ്യനിലേക്ക് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ പവർ, ടെലികോം മെക്കാനിക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ITI പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക, പ്ലസ് എന്താണ് ITI ചെയ്ത് +2 കഴിഞ്ഞിട്ട് ITI ചെയ്തവരായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പവർ അല്ലെങ്കിൽ ഈ പറയുന്ന ടെലികോം മെക്കാനിക്കുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡുകളിൽ ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ സെയിം ട്രേഡിൽ ഈ പറയുന്ന ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ് സർവീസ്മാൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ് മെക്കാനിക്കിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ +2 ആണ്. ഒന്നാമതായിട്ട് +2 പാസ്സായിരിക്കുക, പ്ലസ് നിങ്ങൾക്ക് എന്താണ് ITI ആണ് ഈ പറയുന്ന മോട്ടോർ മെക്കാനിക് ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് +2 പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന മോട്ടോർ മെക്കാനിക് ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റ് നമ്മളെന്താണ് ഗ്രാജുവേഷൻ ലെവലിൽ പഠിച്ചത്, അതായത് PCM എന്ന് പറയും. ഈ ലെവലിൽ നമ്മൾ നിങ്ങൾക്ക് BSc ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഗ്രാജുവേഷൻ ഫിസിക്സ് മാത്രം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കെമിസ്ട്രി മാത്രം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, മാത്തമാറ്റിക്സ് മാത്രം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു സബ്ജക്റ്റായിട്ട് ഈ മൂന്ന് സബ്ജക്റ്റ് നമ്മുടെ സിലബസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചവർക്ക് എന്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് വെഹിക്കിൾ മെക്കാനിക്കിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ +2 തന്നെയാണ്. പ്ലസ് എന്താണ് ITI, ഇതിലേക്കും ITI വേണം. അതും ഈ പറയുന്ന മോട്ടോർ മെക്കാനിക് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ITI ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്തത് നിങ്ങൾക്ക് ആർമമെൻറ്റ് മെക്കാനിക്കാണ്, ഇതിലേക്ക് നിങ്ങൾക്ക് +2 തന്നെയാണ്, പ്ലസ് ITI ആണ്. ഫിറ്റർ ട്രേഡിലുള്ള ITI ആണ് വേണ്ടത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഫിറ്റർ ട്രേഡിലുള്ള ITI ആണ് വേണ്ടത്.
ഇതിനടുത്ത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് സെക്കൻഡ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് SSLC പാസ്സായിരിക്കുക പ്ലസ് എന്താണ് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് 2 വർഷം ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. ഓക്കെ, അപ്പോൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ ഡ്രാഫ്റ്റ്മാൻഷിപ്പിൽ മെക്കാനിക്കലിൽ നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. ഓക്കെ, എന്നാൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. എന്നാൽ ഇവിടെ സെയിം ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻഷിപ്പിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് എന്ത് വേണം? 3 ഇയർ ഡ്യൂറേഷനിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ആ ഡ്യൂറേഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇവിടെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിൽ ഒരു അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിക്റ്റാഷനും അതുപോലെ ട്രാൻസ്ക്രിപ്ഷനും അതിൻ്റെ നിശ്ചിത സ്പീഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി അറിഞ്ഞവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഈ പറയുന്ന ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി മെഷീനിസ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന മെഷീനിസ്റ്റിലോ അല്ലെങ്കിൽ ടേണറിലോ അല്ലെങ്കിൽ മിൽറൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്രിസിഷൻ ഗ്രൈൻഡറിലോ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഇതിനടുത്ത് ഫിറ്ററിലേക്കും ഈ പറയുന്ന ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത്, അതുപോലെ അപ്ഹോസ്റ്റർ, അതുപോലെ മോൾഡർ, അതുപോലെ വെൽഡർ, അതുപോലെ വെഹിക്കിൾ മെക്കാനിക് തുടങ്ങിയുള്ള പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അതത് ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ITI കഴിഞ്ഞ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുപോലെ ആംഡ് ഫോഴ്സ് പേഴ്സണലിനും അതുപോലെ എക്സ് സർവീസ്മെനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിശ്ചയമുള്ള ഗ്രേഡ് 1 മിനിമമുള്ള അപ്രോപ്രിയേറ്റ് ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ സ്റ്റോർ കീപ്പറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് +2 നിങ്ങൾ പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക. +2 ഏത് സ്ട്രീമിലെടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് LDC ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് ജസ്റ്റ് +2 നിങ്ങൾ പാസ്സായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിലാണ്, അതായത് 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കീ ഡിപ്രഷൻ പെർ അവർ ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചവർക്കാണ് കുറച്ചും പാട് അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്കിലും ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷേ നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് പാടെ പഠിച്ചിട്ട് അങ്ങനെയുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മറ്റുള്ളവർ ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ. കാരണം ഇതിലേക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ ടൈപ്പ് റൈറ്റിംഗ് ഒന്നും അറിയാത്തവർക്ക് എന്ത് ചെയ്യുക? ഈ പറയുന്ന സ്പീഡിലൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിനടുത്ത് സിവിലിയൻ മോട്ടോർ ഡ്രൈവറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഹെവി വെഹിക്കിൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസും പ്ലസ് എന്താണ് 2 വർഷത്തെ വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ അത് വെച്ച് അവർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന സിവിലിയൻ മോട്ടോർ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഫയർ എഞ്ചിൻ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അടുത്ത് വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. പ്ലസ് നിങ്ങൾക്ക് എന്താണ് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതിൻ്റെ ഫിറ്റ്നസിൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫയർമാനും അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. ഇപ്പോൾ ഈ 2 പോസ്റ്റിന് മാത്രമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കുന്നത് കേട്ടോ. ഫയർ എഞ്ചിൻ ഡ്രൈവറും അതുപോലെ ഫയർമാനും. ബാക്കിയുള്ള പോസ്റ്റിനൊന്നും അത് ബാധകമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്കും ഫയർമാനിലേക്കും മാത്രമാണ് ഇവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മാത്രമേ അത് ബാധകമുള്ളൂ, മറ്റുള്ളവർക്ക് അത് ബാധകമല്ല കേട്ടോ. മറ്റു പോസ്റ്റിലേക്കൊന്നും അത് ആവശ്യമില്ല. അപ്പോൾ അടുത്ത് ഇതിലേക്ക് ഫയർമാനിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന് SSLC കൂടാതെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ചുരുക്കി പറയാം. അതായത് നമ്മൾ ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്വിഷറും അതുപോലെ തന്നെ അതിൻ്റെ ഹോസ് ഫിറ്റിംഗ് തുടങ്ങിയുള്ള ബേസിക്കുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഫയർ ഫൈറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പരിപാലിക്കാനൊക്കെ നല്ലൊരു കഴിവുള്ളവരായിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് ആണ്. അത് കുറച്ച് കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം അതിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ 6 മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി ജസ്റ്റ് 10ാം ക്ലാസ് വെച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവർ മാത്രം ഫയർമാനിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ബേസിക് ആയുള്ള പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കണം. അടിസ്ഥാനമായ തത്വങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് ആണ്.
പിന്നെ നമ്മൾ ഈ പറയുന്ന ഫയർ ക്രൂ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു നിശ്ചിതമായിട്ട് എന്താണ് അവസരങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം എന്നുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ്. പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന 2 പോസ്റ്റിലേക്ക് മാത്രമേ ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമുള്ളൂ, ബാക്കി ഒരു പോസ്റ്റിലേക്കും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇതിനടുത്ത് കുക്കാണ്. കുക്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ SSLC ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ കുക്കിങ്ങിലൊക്കെ നല്ല ഒരു അറിവുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. കാരണം അതിൽ നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും ഈ ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതിലാണ് ഒരുപാട് വേക്കൻസി ഉണ്ട്. ദെൻ അതോടൊപ്പം തന്നെ ബാർബർ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ബാർബർ ട്രേഡിലുള്ള ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വാഷർമാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ നമുക്ക് മിലിറ്ററി അല്ലെങ്കിൽ സിവിലിയൻ ക്ലോത്ത് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഒരു എന്താണ് നമ്മൾ ഒരു ഏബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡാഫ്റ്ററി അതുപോലെ മെസ്സഞ്ചർ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഗാർഡൻ സഫൈവാല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിവിധ ഏരിയാസാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് 10th പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. SSLC പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് കോഡ് കാണാൻ 2A 2B മുതൽ 2J വരെ, K മുതൽ W വരെ, അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും പോസ്റ്റ് ലെവലിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചിലതിന് പേ ലെവൽ മാട്രിക്സ് ലെവലിൽ നിങ്ങൾക്ക് വരണം 5 4 2 1 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഗ്രേഡ് പേയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. അത്യാവശ്യം നമുക്കൊരു 25ൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമുക്കൊരു 30ൻ്റെ മുകളിലൊക്കെ നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ് ഇനിഷ്യലി. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. ഓക്കെ, ഫയർ എഞ്ചിൻ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ നമുക്ക് മിനിമം 18 മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് 18 to 25 ഏജ് ലിമിറ്റ്. ഓക്കെ, ഫയർ എഞ്ചിൻ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം അത് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചതുകൊണ്ടാണ് അതിലേക്ക് ഈ പറയുന്ന ജസ്റ്റ് നിങ്ങൾക്ക് മിനിമം 18 മാക്സിമം 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി OBC ആണെങ്കിൽ 33 റിസർവ് വേക്കൻസി ഉണ്ടെങ്കിൽ, ഇനി SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കി എല്ലാ പോസ്റ്റിലേക്കും മിനിമം 18 മാക്സിമം 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് OBC NCL കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC/ST ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. PWDക്കൊക്കെ 10 മുതൽ 15 വർഷം വരെയും എക്സ് സർവീസ്മാന് നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന അതത് റിസർവ് വാക്കൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പി നമ്മൾ അയച്ചു കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി നിങ്ങളിപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി SC/ST OBC കാൻഡിഡേറ്റ്സ് ഇതിലേതെങ്കിലും ഒരു കാൻഡിഡേറ്റ്സ് എന്താണ് ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അവർക്ക് എന്ത് കിട്ടില്ല, ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷനോ പോസ്റ്റ് റിസർവേഷനോ ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് റിസർവ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന പോസ്റ്റിലേക്ക് SC/ST OBC ഒക്കെ റിസർവ്ഡ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമേ ഏജ് റിലാക്സേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന പോസ്റ്റ് റിസർവേഷനൊക്കെ കിട്ടുള്ളൂ. SC/ST OBC കാൻഡിഡേറ്റ്സ് ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഏജ് റിലാക്സേഷനോ പോസ്റ്റ് റിസർവേഷനോ ലഭിക്കില്ല. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ പറയുന്ന പോസ്റ്റിന് മാത്രം വീണ്ടും പറയുകയാണ്, ഇത് തെറ്റിദ്ധരിക്കരുത്. ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഫയർ എഞ്ചിൻ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഇവിടെ കണ്ടാൽ മതി. അവർക്കുള്ള ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യമാണ്. അതായത് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഫയർ എഞ്ചിൻ എന്ന് പറയുന്ന ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും മാത്രം ബാധകമാണിത്. ബാക്കി ഒരു പോസ്റ്റിലേക്കും ഇത് ആവശ്യമില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കി ഒരു പോസ്റ്റിലേക്കും ഫിസിക്കൽ ഫിറ്റ്നസ്സോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ബേസിക് ആയിട്ട് നമുക്ക് ആ ഫിസിക്കലി നമ്മൾ മെൻ്റലി നമ്മൾ ഈ പറയുന്ന ആ ഒരു മെഡിക്കലി ഫിറ്റ് ആയിരിക്കാനുള്ള കണ്ടീഷൻസേ ഉള്ളൂ എല്ലാ എക്സാമിനും പോലെയുള്ള. അല്ലാതെ നമുക്ക് വേറെ ഭയങ്കരമായിട്ടുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ മിനിമം ഫിസിക്കൽ മെഷർമെൻ്റ് ആണ് പറയുന്നത്. ഈ പറയുന്ന ഫയർമാൻ ആണെങ്കിലും ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്കാണ് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ വിത്തൗട്ട് ഷൂവിൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഒരു 2.5 സെൻറ്റിമീറ്ററിൽ കുറവ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 165 മൈനസ് 2.5 നോക്കിയിട്ട് ആ ഒരു ഹൈറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ചെസ്റ്റ് ആണെങ്കിൽ നോർമൽ 81.5 സെൻറ്റിമീറ്ററും ദെൻ എക്സ്പാൻഷനിലാണെങ്കിൽ 85 സെൻറ്റിമീറ്ററും വേണം. വെയിറ്റ് ഈ പറയുന്ന ഒരു 50 കിലോഗ്രാംസ് വേണമെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഫിറ്റ്നസ് അതുപോലെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർമാനും ഫയർ എഞ്ചിൻ ഡ്രൈവറിലും അവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇനി പറയുന്നത്. ഇവിടെ കാണാമെങ്കിൽ 63.5 കിലോഗ്രാംസ് വെയിറ്റ് ഉള്ള ഒരാളെ അല്ലെങ്കിൽ ആ വെയിറ്റ് ഉള്ള ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യണം, 183 മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം 96 സെക്കൻഡ് കൊണ്ട് ക്യാരി ചെയ്ത് നമ്മൾ ആ ഡിസ്റ്റൻസിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ 2.7 വൈഡ് ആയിട്ടുള്ളൊരു കിടങ്ങ് നമ്മൾ എന്ത് ചെയ്യണം 2 കാലുകൊണ്ടും നമ്മൾ ചാടി അപ്പുറത്ത് എത്തണം. ലോങ് ജമ്പ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
2.7 മീറ്ററാണ് ചാടിയെത്തേണ്ടത്. ഇനി ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഇതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഫിസിക്കലി ഫിറ്റ്നസ് അല്ലെങ്കിൽ ഈ പറയുന്ന എൻഡ്യൂറൻസ് ടെസ്റ്റിൽ അവർ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന പ്രാക്ടീസ് അവർ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ക്ലൈംബ് ചെയ്യാനുണ്ടാവും 3 മീറ്റേഴ്സ് വെർട്ടിക്കൽ റോപ്പിലൂടെ ഹാൻഡ്സും ഫീറ്റും ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് പറയുന്ന ഫയർമാനിലും ഫയർ എഞ്ചിൻ ഡ്രൈവറിനും മാത്രമാണ്, ബാക്കിയുള്ളവർക്ക് പറയുന്ന ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഏതൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് വളരെ പ്രോപ്പറായിട്ടായിരിക്കണം. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും എന്താണ് വാട്സപ്പിലായിട്ടും ഇൻസ്റ്റയിലായിട്ടൊക്കെ അവർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അവർ അപ്ലൈ ചെയ്യും, പെട്ടെന്ന് ചാടി പുറപ്പെട്ട് അവർ അപ്ലൈ ചെയ്തതിന് ശേഷം അവർക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതെന്ത് ചെയ്യുക, അവർ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തേക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്കത് പിൻവലിക്കാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം എടുത്ത് വിശദമായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ചിന്തിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. കാരണം നമ്മുടെ ഏജ് എന്ന് പറയുന്നത് വലിയൊരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എലിജിബിൾ ആവില്ല, ചിലപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം. നമ്മൾ എന്തിനാണ് വെറുതെ നമ്മുടെ ചാൻസ് നഷ്ടപ്പെടുത്തുന്നതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകേണ്ടത്. ഓക്കെ, അതല്ലാതെ നിങ്ങൾ എന്തോ രീതിയിൽ അപ്ലൈ ചെയ്തു നിങ്ങൾക്കൊരു സംശയമാണ്, പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല, പിന്നെ ആ ഒരു അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് മാനസികമായിട്ട് പ്രയാസങ്ങൾ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതിലൊരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഞാൻ വ്യക്തമായിട്ട് പറയാം. നമുക്കിതിൽ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങളുടെ കൈയക്ഷരത്തിൽ തന്നെ നിങ്ങളത് ഫില്ല് ചെയ്യാം. ഇനി ഫില്ല് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വലിയൊരു എൻവലപ്പ് വാങ്ങാം. ഓക്കെ, ഒരു A4 സൈസ് ഷീറ്റിൻ്റെ വലുപ്പത്തിലുള്ള ഒരു എൻവലപ്പ് വാങ്ങാം. ആ എൻവലപ്പിൻ്റെ പുറത്ത് നമ്മുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സൊക്കെ കൊടുക്കണം. അതായത് നമ്മൾ ഏത് ഇതിലേക്കാണ് ഫ്രം അഡ്രസ്സ് ഏതാണ് നമ്മുടെ അഡ്രസ്സാണ് വരിക, ടു അഡ്രസ്സ് നമ്മൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഏത് യൂണിറ്റിലേക്കാണ്, അതൊക്കെ ഞാൻ പറയാം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു മാതൃക. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഫോമായി നമ്മുടെ എൻവലപ്പ് നമ്പർ 1 ആയി. നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അപ്ലിക്കേഷൻ ഫോമും നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ ഇട്ട് കൊടുക്കുന്ന, നമ്മൾ മെയിനായിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന മെയിനായിട്ടുള്ള ഒരു എൻവലപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാത്തവർക്ക് പറയാം, നമ്മൾ പോസ്റ്റലായിട്ട് ഓരോ സാധനങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു കവറിലിട്ടിട്ടാണ് അയച്ചു കൊടുക്കുക. ആ കവറിനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വാങ്ങിക്കാൻ കിട്ടും, ഫോമൊക്കെ വിൽക്കുന്ന പീടികളുടെ അല്ലേ പോസ്റ്റ് ഓഫീസിൽ, അവിടെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നിയർ ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഒരു എൻവലപ്പും പാടെ വാങ്ങണം. അതാണ് ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ തെറ്റിപ്പോവുക. അതിൻ്റെ നീളവും വീതി ഇവിടെ പറയുന്നുണ്ട്. വീതി വരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 10.5 സെൻറ്റിമീറ്ററും നിങ്ങൾക്ക് നീളം 25 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു അഡീഷണലായിട്ട് നമ്മളൊരു എൻവലപ്പും കൂടെ വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്നാമത്തെ എൻവലപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ എൻവലപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഇതേപോലൊരു കവറും പാടെ വാങ്ങണം. ആ കവറിന് പ്രത്യേക നീളം വീതി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സെയിം നീളം വീതി ഉണ്ടായിരിക്കണം. 10.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ. ഇത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ അവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. 10.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ എന്ന് അവർക്ക് ഷോപ്പിൽ കാണിച്ചു കൊടുത്താൽ അതിനനുസരിച്ച് എടുത്തരും. ഓക്കെ, അത് നമ്മൾ വെറുതെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്താൽ പോരാ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ 5 രൂപയുടെ സ്റ്റാമ്പ് വാങ്ങണം, പോസ്റ്റൽ സ്റ്റാമ്പ് വാങ്ങണം. ആ സ്റ്റാമ്പ് നമ്മൾ രണ്ടാമത്തെ എൻവലപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒട്ടിക്കണം. സ്റ്റാമ്പ് രണ്ടാമത്തെ എൻവലപ്പിൽ നമ്മൾ ആ സ്റ്റാമ്പ് ഒട്ടിക്കണം. ഓക്കെ, ഒന്നാമത്തേലല്ല കേട്ടോ, ഫസ്റ്റത്തേലല്ല ഞാൻ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ എൻവലപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാമ്പ് ഒട്ടിക്കണം. ഓക്കെ, 5 രൂപയുടെ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്. ഈ 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച രണ്ടാമത്തെ എൻവലപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം. ഓക്കെ, നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്, നിങ്ങളുടെ പേര്, ഇപ്പോൾ X or Y നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ ഫുള്ള് പിൻകോഡ്, പോസ്റ്റൽ അഡ്രസ്സ്, പോസ്റ്റ് നെയിം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ എഴുതണം. കാരണം ഇത് വഴിയായിരിക്കും ഈ രണ്ടാമത്തെ എൻവലപ്പിൽ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അവരെന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. അത് പോസ്റ്റലായിട്ടാണ് നമുക്ക് അവർ സെൻഡ് ചെയ്യുക, ഓൺലൈനായിട്ടല്ല. അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ എൻവലപ്പിൽ നമ്മൾ 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കാൻ പറയുന്നത്. പ്ലസ് നമ്മുടെ സെൽഫ് അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ അതിൽ എഴുതേണ്ട ആവശ്യമില്ല. അതിൽ വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇടാനും പാടില്ല. അതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എൻവലപ്പ് ആയിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയമെൻഷനിൽ 10 സെൻറ്റിമീറ്റർ 10.5 സെൻറ്റിമീറ്റർ എന്താണ് വീതിയും, നിങ്ങൾക്ക് 25 സെൻറ്റിമീറ്റർ എന്താണ് നീളവുമുള്ള രീതിയിലായിരിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് 2 എൻവലപ്പ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി. ഒന്നാമത്തെ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഒന്നാമത്തെ എൻവലപ്പ്. അതായത് എൻവലപ്പ് പറഞ്ഞാൽ പോസ്റ്റൽ കവർ. രണ്ടാമത്തെ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ എൻവലപ്പിൻ്റെ ഉള്ളിൽ മറ്റു ഡോക്യുമെൻസിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അല്ലേ അതേപോലെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച എൻവലപ്പാണ് രണ്ടാമത്തെ എൻവലപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ അടിക്കേണ്ട വെച്ചാൽ നമുക്ക് 2 എൻവലപ്പാണ് വേണ്ടത്. ഓക്കെ, എൻവലപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും. പോസ്റ്റൽ കവർ ഒന്നാമത്തെ എൻവലപ്പ് ഇതാണ്. ഇതിൽ നിങ്ങളുടെ ഫ്രം അഡ്രസ്സ്, പിന്നെ ഇവിടെ നമ്മുടെ ടു അഡ്രസ്സ്, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതണം. അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇത് ഒന്നാമത്തെ എൻവലപ്പാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എൻവലപ്പ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ എൻവലപ്പാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു എൻവലപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. ഇതാണ് മെയിൻ എൻവലപ്പ് ഇട്ട്. ഒന്നാണ് മെയിൻ എൻവലപ്പ്. രണ്ടാമത്തത് നമുക്ക് 10 ഞാൻ പറഞ്ഞു അതിൻ്റെ 10.5 സെൻറ്റിമീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു എൻവലപ്പ്. ഇതിൽ നിങ്ങൾ 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ എഴുതണം. നിങ്ങളുടെ അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ എഴുതണം. നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ സെൽഫ് അഡ്രസ്സ്, നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ വീട്ടുപേര്, ഈ പറയുന്ന പോസ്റ്റൽ നെയിം, അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന പിൻകോഡ്, അതായത് ഫുൾ അഡ്രസ്സ് ഇവിടെ എഴുതണം. കാരണം നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അഡ്രസ്സാണ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻവലപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയമെൻഷനിൽ വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് മെയിൻ എൻവലപ്പ്. ഞാൻ ഒന്നാമത്തെ എൻവലപ്പാണ് ഞാൻ പറഞ്ഞത് മെയിൻ എൻവലപ്പ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എൻവലപ്പ് ഞാൻ കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കാം. ഇതാണ് മെയിൻ എൻവലപ്പ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും പിന്നെ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളും കൂടെ അതിലെന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, നിങ്ങളുടെ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് കൂടെ കാണാം. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ്, ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇലക്ട്രീഷ്യൻ ഇവിടെ എഴുതുക. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് ഇലക്ട്രീഷ്യൻ ആണ് ഇലക്ട്രീഷ്യൻ ഏത് പോസ്റ്റിലേക്ക് അയച്ചാൽ അത് നിങ്ങൾ എഴുതാൻ മറക്കരുത്. അത് ഈ പറയുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാം കേട്ടോ. സ്മോൾ ലെറ്ററിൽ എഴുതരുത്, ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടില്ല. അപ്പോൾ ഈ എൻവലപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയാൻ കാരണം ബാക്കിയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, അത് മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 എൻവലപ്പാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് ജസ്റ്റ് തന്നെയാണ്, സെയിം ഞാൻ കൂടെ വരച്ചാണ്. 2 എൻവലപ്പാണ്, ഒന്ന് മെയിൻ, ഒന്ന്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓർഡിനറി പോസ്റ്റാണ്. അതായത് നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റോ ഒന്നും അയക്കേണ്ട. ഓർഡിനറി സാധാരണ പോസ്റ്റ് എന്ന് പറഞ്ഞത് ഓർഡിനറി പോസ്റ്റ് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി. ഓർഡിനറി പോസ്റ്റിലാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഇവിടെ പ്രത്യേകമായിട്ട് അതൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തെറ്റിക്കുമ്പോഴാണ് നമ്മുടെ അപേക്ഷ ചിലപ്പോൾ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും രീതിയിൽ പോവുക. ഇനി ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഏതിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡ്രസ്സ്. ഇതാണ് അഡ്രസ്സ്. നിങ്ങൾക്ക് ഈ പറയുന്ന കോളം എയിലുള്ളതാണ് അഡ്രസ്സ്. ഇപ്പോൾ നിങ്ങളിതാ ഇലക്ട്രീഷ്യൻ ഈ പോസ്റ്റിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് മീററ്റിലേക്കാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ 2 അഡ്രസ്സായിട്ട് കൊടുക്കേണ്ടത്, പോസ്റ്റൽ കവറിൽ 2 അഡ്രസ്സായി കൊടുക്കേണ്ടത് മൊത്തം നിങ്ങൾ കൊടുക്കണം. ഇനി നിങ്ങൾ എന്താണ് ടെലികോം മെക്കാനിക്കലിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അത് ആഗ്രയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സ്. അങ്ങനെ ഓരോ യൂണിറ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓരോ അഡ്രസ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ അഡ്രസ്സ് നിങ്ങൾക്ക് കോളം എയിൽ വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എവിടെയും തരേണ്ട ആവശ്യമില്ല. ഓരോ കോളത്തിലുള്ള അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ വെച്ചാൽ ആ പോസ്റ്റിൽ എവിടെയാണോ ആ കോളം നോക്കുക, ആ റോ നോക്കുക. നിങ്ങൾ അതിൽ കോളം ഫസ്റ്റ് എ കോളത്തിൽ ഇതാണ് നമ്മൾ പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ്. വേറെ എവിടെയും അഡ്രസ്സ് നിങ്ങൾ നോക്കി പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഈ പറയുന്ന ഒന്നാമത്തെ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന എൻവലപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ നമ്മൾ ഈ പറയുന്ന ഈ 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച ഈ പറയുന്ന 10.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ ആ ഒരു ഡയമെൻഷനിലുള്ള എക്സ്ട്രാ ഒരു എൻവലപ്പ്, അതിൻ്റെ കൂടെ നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി നിങ്ങൾക്ക് കൂടെ കാണാം. ഇതിൻ്റെ 21 ദിവസം, അതായത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട്, എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ട് 21 ദിവസത്തിൻ്റെ ഉള്ളിലാണ് അവിടെ എത്തേണ്ടത്. അതത് മുകളിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സില്ലേ, ഞാൻ ആ കോളം 1 എയിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സില്ലേ, നിങ്ങൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ എയിലുള്ള അഡ്രസ്സിലേക്ക് എത്തേണ്ട അവസാന തീയതി 21 ദിവസമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കണക്കാക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് ജനുവരി 12 ആണ്. അപ്പോൾ നിലവിലിപ്പം നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വരാനുണ്ട്. അപ്പോൾ ആ ന്യൂസിലായിരിക്കാനാണ് ഇവർ പബ്ലിഷ് ചെയ്യാൻ സാധ്യത. ഇതിപ്പോൾ നമ്മൾ അതിന് വേറെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. അപ്പോൾ അതല്ലാതെ ഇവരെന്ത് ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്ത ഡേറ്റ് മുതൽ നിങ്ങൾക്ക് 21 ദിവസമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ഏകദേശ ഡേറ്റാണ് ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശ ഡേറ്റ് ഇവിടെ കണക്കാക്കി നിങ്ങൾക്ക് കൂടെ കാണാം. 12 ജനുവരിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 3-4 ദിവസം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു അടുത്ത എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വരും. അപ്പോൾ ആ സമയത്ത് ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം അതിൻ്റെ ഡേറ്റ് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാനൊരു ഗസ് ചെയ്തിട്ട് ചെയ്ത ഒരു ഡേറ്റ് ആണ്. അപ്പോൾ ഇത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ അവർ കഴിഞ്ഞ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഇനി വരാനുള്ള എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് അവർ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ആ ഡേറ്റ് മുതൽ 21 ദിവസം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്കിലും
ഒരുപാട് ഡിലേ ആക്കും വേണ്ട. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു കട്ട് ഓഫ് ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു ട്രേഡിലേക്ക്, ഒരു ലൊക്കേഷനിൽ ഒരു ട്രേഡിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ എക്സാം ഒക്കെ എന്ന് പറഞ്ഞാൽ കോമൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡ്, ഇപ്പോൾ ഇലക്ട്രീഷ്യൻ വെച്ച് തന്നെ നിങ്ങൾക്ക് വിവിധ ഇതിലേക്കൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രേഡ് ഒരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് സെലക്ഷൻ എന്ന് വെച്ചാൽ, നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ SSLC യോഗ്യതയായിട്ടുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ SSLCയിൽ നല്ല ഉന്നത മാർക്ക് നേടിയവരാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ആദ്യം കുറേ അപേക്ഷകൾ വരുമല്ലോ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങളുടെ അതത് ക്വാളിഫിക്കേഷനിൽ, നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളവരെന്ത് ചെയ്യും, അവർ സോർട്ട് ചെയ്തിട്ട് അതൊന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കും. അതിൽ നിന്നുള്ളവരെ ആയിരിക്കും അതിൻ്റെ മറ്റു സെലക്ഷൻ പ്രോസസ്സിലേക്ക് അവർ വിളിക്കുക. ഇനി അഡീഷണൽ ആയിട്ട് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് യാതൊരുവിധ വെയിറ്റേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആർക്കും വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഉയർന്ന ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്താണ് പ്രാധാന്യം അവർ നൽകില്ല എന്ന് പ്രത്യേകത്തിൽ പറയുന്നുണ്ട്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, റിട്ടൺ എക്സാമിനേഷൻ, ഫിസിക്കൽ ടെസ്റ്റ്, അങ്ങനെയുള്ള സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റിനും ഇല്ല, ഞാൻ പറഞ്ഞു. ഈ പറയുന്ന ഫയർമാനും ഫയർ എഞ്ചിൻ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പോസ്റ്റിനൊന്നും ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള പോസ്റ്റിനൊക്കെ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷനും അതുപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ലഭിക്കും. അത് നിങ്ങൾക്ക് ഓർഡിനറി പോസ്റ്റിലൂടെ നിങ്ങൾ കൊടുത്ത എൻവലപ്പ് ഉണ്ടല്ലോ, നമ്മൾ 5 രൂപ ഒട്ടിച്ച് കൊടുത്ത 5 രൂപ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുത്ത എൻവലപ്പ് ഉണ്ടല്ലോ, ആ എൻവലപ്പിൽ നമുക്കൊരു അഡ്മിറ്റ് കാർഡ് ഇട്ടിട്ട് അവർ നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരും. ആ അഡ്മിറ്റ് കാർഡിലുണ്ടാവും നമ്മുടെ വെന്യൂ കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ആയിരിക്കും നടക്കുക. അത് ഈ പറയുന്ന OMR ഷീറ്റിലൂടെ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, തെറ്റാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. ഓക്കെ, 2 മണിക്കൂറായിരിക്കും എക്സാം ടൈം ഉണ്ടായിരിക്കുക. ഇനി അതിൽ നിങ്ങൾക്ക് ഓരോരോ ഇത്രയും പോസ്റ്റ് ഇവിടെ കാണാൻ, നിങ്ങൾക്ക് ഇത്രയും പോസ്റ്റിലേക്ക് ഈ പറയുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അവരുടെ ആ ഒരു സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാൻ പറ്റും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ അവർക്ക് ലാസ്റ്റ് ഈ പറയുന്ന ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ ട്രേഡ്, നിങ്ങൾ ഏതാണോ, നിങ്ങൾ ഇലക്ട്രീഷ്യനോ വെൽഡറോ ഏതൊക്കെയാണോ ഉണ്ടല്ലോ, വിവിധ ട്രേഡുകൾ ഉണ്ടല്ലോ, ഏതാണോ നിങ്ങളുടെ ട്രേഡ് അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 ക്വസ്റ്റ്യൻ ആയിരുന്നുണ്ടാവും, അങ്ങനെ 150. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ, LDC, സ്റ്റെനോഗ്രാഫറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, പിന്നെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇതാണ് ഉണ്ടായിരിക്കുക 150 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിലാണ് 50 ക്വസ്റ്റ്യൻസ് കൂടുതൽ വെയിറ്റേജ് ഉണ്ടാകുക. പിന്നെ നിങ്ങൾക്ക് കുക്ക്, ബാബർ, അതുപോലെ വാഷർമാൻ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ട്രേഡ്സ്മാൻ, മെയ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 150 ക്വസ്റ്റ്യൻ 50 മാർക്ക് ഇതിനാണ് ഉണ്ടാകുക. കൂടുതൽ വെയിറ്റേജ് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ്സിനും ഉണ്ടാകുക. ബാക്കിയുള്ളതിനൊക്കെ 25 വെച്ചിട്ടാണ് 150 ക്വസ്റ്റ്യൻ 150 മാർക്ക്. ഇങ്ങനെയാണ്. ഇതിന്ന് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ട്രേഡ് സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന ഫയർമാൻ അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ അവർക്ക് ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകളൊക്കെ അവർ കൊടുക്കുന്നത് എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയായിരിക്കണം. അതുപോലെ EWS, OBC ഇതിൻ്റെതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് നമുക്ക് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. GeoCL എജുലാൻഡിൻ്റെ ഹോം പേജിലേക്കാണ് വരിക. താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലൊക്കെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോളത്തിൽ ഇത് കാണില്ല. ഇവിടെ റീഡ് മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണാം DGEME ഗ്രൂപ്പ് C റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് കാണാം. 625 വാക്കൻസീസ് കാണാം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഈ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൻ്റെ അതിലുണ്ട്. ഏതിൽ ക്ലിക്ക് ചെയ്താലും മതി. ലാസ്റ്റ് ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അത് ഞാനൊരു ഗസ് ചെയ്താണ്. അത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഈ ഒരു വീക്കിൽ വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡേറ്റ് മുതലാണ് 21 ദിവസം അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ വന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ DGEME ഗ്രൂപ്പ് C എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വരും. നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ പോസ്റ്റ് വൈസ് എന്താണ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഇടുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ആണെങ്കിലും രണ്ടും സെയിം തന്നെയാണ് കൊടുക്കുന്നത്. നേരെ നോട്ടിഫിക്കേഷനാണ് ഓപ്പൺ ആകുക. നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ നീക്കുക. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് പേജ് നമ്പർ ഏകദേശം നമുക്ക് വരുന്നത് 13 ഓക്കെ, ടോട്ടൽ 15 പേജുള്ള ഒരു ഇതാണ്. ഇതിൽ നമുക്ക് 13 പേജ് നമ്പർ വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോം എന്ന് ഇവിടെ കാണാം. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ കൈയക്ഷരത്തിൽ തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇവിടെ 2 അഡ്രസ്സിലൂടെ കാണാം. ഈ 2 അഡ്രസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും പാടെ ഓപ്പണായി കാണിക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി കളിക്കേണ്ട, ജസ്റ്റ് ഞാൻ കാണിക്കാം. 2 അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അഡ്രസ്സ്. ഓക്കെ, നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ്. നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ, ഈ പോസ്റ്റിലേക്കാണെങ്കിൽ ഇതിന് നേരെ കോളം എയിലുള്ള അഡ്രസ്സാണ്, ഇത് കംപ്ലീറ്റ് അഡ്രസ്സാണ്. ഓക്കെ, നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് 2 അഡ്രസ്സ് നമ്മൾ കൊടുക്കേണ്ടത്. കോളം എയിലെ അഡ്രസ്സാണ് 2 അഡ്രസ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾ നമ്മൾ ഈ ഇതിലേക്ക് വരാം, ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരാം. ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ നീറ്റായിട്ട് പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് ഇവിടെ 2 അഡ്രസ്സും കൂടെ കാണാൻ പറ്റും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് നമ്മൾ ഒരു പേപ്പറൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് ഇത് ബ്ലാങ്ക് ആക്കി എടുക്കാം. നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു വൈറ്റ് പേപ്പർ വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അഡ്രസ്സ് ഞാൻ ഇപ്പോൾ കാണിച്ച നിങ്ങൾ ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഈ 3 വേക്കൻസിയിലേക്കാണ്, അപ്പോൾ ഞാൻ ഈ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ എന്താണ് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്, ഇവിടെ ഉത്തർപ്രദേശിലുള്ള ഇതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഞാൻ കൊടുക്കേണ്ട അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണോ നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആ അഡ്രസ്സ് എന്ത് ചെയ്യുക, ഇവിടെ ഇതാണ് 2 അഡ്രസ്സ് എന്നുള്ള ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എഴുതണം. അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. അതോടൊപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ ഒട്ടിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്രോസ് ആയിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളിപ്പം ഇലക്ട്രീഷ്യൻ ആണോ, ഇനി അതല്ല നിങ്ങൾ LDC ആണോ, MTS ആണോ, അതായത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ ആ പോസ്റ്റിൻ്റെ പേര് എഴുതാം. ഇനി ഏത് യൂണിറ്റ് ആണ്, അപ്പോൾ യൂണിറ്റ് ഞാൻ നേരത്തെ കാണിച്ചു, ഇതാണ് നമ്മുടെ യൂണിറ്റ്, കോളം എയിൽ. ഓക്കെ, ഇതാണ് യൂണിറ്റ്. ഇനി ഇവിടെ യൂണിറ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷനിൽ കാണിക്കാം. അപ്പോൾ ഇതാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ എന്താണ് ഫാർമസിസ്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ യൂണിറ്റും കൂടെ കാണാം, 505 ആർമി ബേസ് വർക്ക്ഷോപ്പ്. ഇതാണ് എൻ്റെ യൂണിറ്റ്. അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് എന്തുണ്ട്, ഓരോ യൂണിറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ കൊടുക്കുക, യൂണിറ്റ് നെയിം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നിങ്ങളുടെ പേര്, ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ മാക്സിമം നിങ്ങൾ ഫില്ല് ചെയ്തോളൂ. അതായിരിക്കും എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നല്ല വൃത്തിയിൽ ചെയ്താൽ മതി. ഇതൊക്കെ പേരെന്തായാലും ബ്ലോക്ക് ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഏജ് ആസ് ഓൺ ലാസ്റ്റ് ഡേറ്റ്, അതായത് നമ്മൾ ഈ പറയുന്ന ഡിസംബർ 20 കണക്കാക്കി നിങ്ങൾക്ക് എത്ര ഏജ് ആവും എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒഫീഷ്യലി അവർ റിലീസ് ചെയ്തിട്ടില്ല, അത് 21 ദിവസം എന്നായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് വന്നിട്ട് വേണമെങ്കിൽ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ പറയുകയാണെങ്കിൽ ആ സമയത്ത് ഡേറ്റ് കണക്കാക്കി നമ്മൾ വേണം ചെയ്യാൻ കേട്ടോ. ഒരു 3-4 ദിവസം പാട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം, 3-4-5 ദിവസം വെയിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ നാഷണാലിറ്റി, ബാക്കി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം, ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്ത് വെക്കാം. പിന്നെ മറ്റ് ചെയ്തിടാൻ കൊടുത്താൽ മതി. റിലീജിയൻ ഏതാഴ്ച കൊടുക്കാം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഈ കോളത്ത് കൊടുക്കേണ്ടത്, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൽ നിങ്ങൾ SC/ST OBC ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിവിടെ എഴുതി കൊടുക്കാം. SC ആണെങ്കിൽ SC, അല്ലെങ്കിൽ OBC ആണെങ്കിൽ അങ്ങനെ നിങ്ങളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോ കോപ്പി നമ്മൾ വെക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആളുകൾ ചെയ്താൽ മതി, ഇത് നമ്മൾ ചെയ്യേണ്ട, ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഓക്കെ, ഇതൊക്കെ എക്സ് സർവീസ്മാന് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, നമ്മളതൊന്നും നോക്കണ്ട, ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളവിടെ നോ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നെയിം ഓഫ് എക്സാമിനേഷൻ, SSLC ഓൺവേർഡ്സ് നിങ്ങളാണ് ചെയ്യുക. SSLC, ഇയർ, ബോർഡർ യൂണിവേഴ്സിറ്റി, പെർസെൻറ്റേജ്, ഗ്രേഡ് ഓർ ഡിവിഷൻ. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഏതാച്ചാൽ നിങ്ങൾ കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ടൂൾ ഉണ്ട്. നിങ്ങൾക്ക് ഇതാ ഈസി ടൂൾസ് ജസ്റ്റ് ഞാൻ കാണിക്കാം. നമ്മുടെ SSLCയുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതാ ഈസി ടൂൾസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും SSLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഗ്രേഡ് ഇട്ട് കൊടുത്ത് ആവറേജ് ആണ് കേട്ടോ ഇതിൽ കാണാൻ പറ്റുക. നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള കാണണമെങ്കിൽ നിങ്ങൾ പരീക്ഷകളിൽ കോൺടാക്ട് ചെയ്ത് സ്കോർ കാർഡ് വാങ്ങണം. ഇതൊന്നും പാടെ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ്, കുറച്ചും പാടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് ആവറേജ് ആണ് നമുക്ക് കാണാൻ പറ്റുക, അതിൽ മാർക്ക് കാണാൻ പറ്റും, പെർസെൻറ്റേജ് കണ്ടാൽ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാർക്കൊക്കെ കാണാൻ പറ്റും, അതുപോലെ പെർസെൻറ്റേജും കാണാൻ പറ്റും. ഇനി മറ്റേ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഡിഗ്രി ഏതാ, എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചാൽ ലിസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഇയർ, പാസിംഗ് ഇയർ, പാസ് ഔട്ട് ആയ ഇയർ, കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം നമ്മളിവിടെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നത് അതിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോ കോപ്പി നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കണം കേട്ടോ. പോസ്റ്റൽ കവറിലിട്ടിട്ട് കൊടുക്കണം. എക്സ്പീരിയൻസ് എന്തുണ്ട് അത് കൊടുക്കാം, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിടാം. ഓക്കെ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി നമ്മൾ വെക്കണം. ഇനി നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നത് വെച്ചാൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം, അവിടെ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താണ് എൻവലപ്പ് വെക്കുന്നുണ്ട്, ഫ്രീ, അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു എൻവലപ്പ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, SSLC ബുക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ IT സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് വെക്കുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് അത് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിതിൽ വെക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ ഇത് കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് ലിസ്റ്റ് ഓഫ് ഇൻക്ലോഷർ നിങ്ങൾ വെച്ചിട്ട് അതിലെന്ത് ചെയ്യുക, നിങ്ങൾ സീരിയൽ നമ്പർ ഇട്ട് അതിലും നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ. അഥവാ ഇതിൽ കൊള്ളുന്നില്ല, ഇതിൽ മാക്സിമം കൊള്ളുന്ന ഇതാ, ബാക്കി എന്ത് ചെയ്യുക അതിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫാണ്. അത് നിങ്ങൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ബ്ലാങ്ക് ആക്കി വിട്ടാൽ അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്നിട്ട് കൊടുത്താലും എന്നെ എന്നിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതിൻ്റെ പാസ്പോർട്ട് നമ്പർ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വെക്കണം. ഓക്കെ, എന്നിട്ട് ഡിക്ലറേഷനാണ്, ഇത് വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, നിങ്ങളുടെ ഡേറ്റ്, അവിടുത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, നിങ്ങളുടെ സിഗ്നേച്ചർ. പിന്നെ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എത്ര സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്തത്. ഇപ്പോൾ ഞാൻ SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യുക. അങ്ങനെ 5 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളവിടെ നമ്പർ ഇട്ട് കൊടുക്കുക, 5 സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ 5 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ച സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ എത്ര സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റ് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ 2 സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഒട്ടിക്കണം. അതിൽ കൂടാതെ നമ്മൾ 2 അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇടാവുന്നതാണ്. നമുക്കിതിൽ 2 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ്സ് എന്നാണ് ഇവർ ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒട്ടിക്കാനുള്ളത് കൊണ്ട് ഒട്ടിച്ചിട്ട് നമ്മൾ അതിൽ ജസ്റ്റ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ക്രോസ് ആയിട്ട് സൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫിൻ്റെ പ്രത്യേകത, അപ്പോൾ 4 ടോട്ടൽ 4 ഫോട്ടോഗ്രാഫ് നിങ്ങൾ എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും പേടിക്കാനല്ലല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കണം, ഒന്ന് നമുക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ ഇതുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിൽ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു, ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്രോസ് ചെയ്ത് സൈൻ ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന ഫോട്ടോഗ്രാഫും അതുപോലെ നമ്മൾ ഇതിൽ 2 അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോഗ്രാഫ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിൽ നിങ്ങളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ പേര് എഴുതാം. ഓക്കെ, നിങ്ങളുടെ പേര് എഴുതാം, നിങ്ങളുടെ പേര്, അതോടൊപ്പം നിങ്ങളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ ആരെങ്കിലും ഒരാൾ പേര് എഴുതാം. അപ്പോൾ എല്ലാ 4 ഫോട്ടോഗ്രാഫ് എടുക്കുക. 4 ഫോട്ടോഗ്രാഫിൻ്റെ പിൻവശത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് എഴുതാം, നിങ്ങളുടെ ഫാദറിൻ്റെ മദറിൻ്റെ പേര് എഴുതാം. അപ്പോൾ ആ 4 കോപ്പി ഞാൻ അഡീഷണൽ പറഞ്ഞതാണ് കേട്ടോ, കാരണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അതിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ കുറയേണ്ട എന്തായാലും അഡീഷണൽ ഇട്ടാച്ച് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് 4 കോപ്പി എടുക്കുക. അതിൽ നിങ്ങളുടെ പേര് ചെയ്താൽ പിൻവശത്ത്, അതായത് ഫോട്ടോയുടെ മുൻവശത്തല്ല, ഫോട്ടോയുടെ പിൻവശത്ത് നിങ്ങളുടെ പേര് ചെയ്താൽ, നിങ്ങളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ ആരെങ്കിലും ഒരാളെ പേര് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു സിഗ്നേച്ചറും പിൻവശത്ത് ഇട്ട് വെച്ചേക്കാം, നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് കൊടുക്കാവുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറയുന്നുള്ളൂ. അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ 2 ഫോട്ടോ തന്നെ ആയിരിക്കും. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ജസ്റ്റ് അഡീഷണൽ ആയിട്ട് 2 ഫോട്ടോ പാടെ ഇട്ട് വെക്കുക, നമ്മൾ ഒട്ടിക്കാതെ. ഇതിൽ 2 ഒട്ടിച്ചിട്ട് വെക്കാനുണ്ട്, അതുകൂടാതെ നമ്മൾ പേസ്റ്റ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് 2 പാടെ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ വെക്കുക. ഓക്കെ, അതിൽ എല്ലാത്തിലും നമ്മൾ ഈ പറയുന്ന പേരും നമ്മുടെ ഫാദറിൻ്റെ മദറിൻ്റെ പേര് ചെയ്താൽ കേട്ടോ, അത് മറക്കണ്ട. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാണ് അഡ്മിറ്റ് കാർഡിൻ്റെ ഫോം. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ ഏത് യൂണിറ്റിലേക്കാണ്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ ബേസിക്കായ കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ. ഇത് ഓഫീസ് യൂസ് ഓൺലാണ്, ഇവിടേക്കൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫീസ് യൂസ് വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടിയുള്ള ഭാഗങ്ങളാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും നമ്മൾ ഡേറ്റ് ഒന്നും ഇടരുത് കേട്ടോ, ഇവിടെ ഒന്നും നമ്മൾ ചെയ്യരുത്. ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം ഓഫീസ് യൂസ് ഓൺലി ആണ് കേട്ടോ, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ ഒട്ടിക്കാന്ന് ജസ്റ്റ് ക്രോസ് ആയിട്ട് സൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അഡീഷണൽ ആയിട്ട് 2 ഫോട്ടോ കൂടെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം നമ്മുടെ ഒരു ധൈര്യത്തിന്. ഓക്കെ, ഇനി ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വേണമെന്ന് പറഞ്ഞു. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ താഴത്തുണ്ട്, ഇവിടെ കാണാം, ഏറ്റവും താഴെയുണ്ട്. ഇതാ ഈ ഒരു നമ്പർ ചെയ്താൽ, നമുക്ക് വേറെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇല്ല, CBC കാണാം, ഇത് എഴുതിയാൽ മതി അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഓക്കെ, അതാണ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം. താങ്ക് യു.